പ്രിയപ്പെട്ട ജെയ്സൺ ജോസഫ്, ആദ്യം തന്നെ നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് നൽകി നിങ്ങളെ ഞങ്ങൾ ആദരിക്കുകയാണ്. കാരണം നിങ്ങൾ കാരണം രക്ഷപ്പെട്ടത് 4 ജീവനുകളാണ്. അതും നിങ്ങളുടെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയാണ് ആ 4 ജീവനുകളെ നിങ്ങൾ രക്ഷിച്ചത്. കേരളത്തിൽ വലിയ രീതിയിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുമൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇടുക്കി പുല്ലുപാറയിലെ മഴവെള്ളപ്പാച്ചിലിൽ നിന്ന് 4 ജീവനുകളെ KSRTC കണ്ടക്ടറായ ജെയ്സൺ ജോസഫ് സാഹസികമായി രക്ഷിച്ചത്. ജെയ്സന്റെ ഈ രക്ഷാപ്രവർത്തനത്തിന് കൈയടിക്കുകയാണ് കേരളം ഇപ്പോൾ. ഇന്നലെ ഇടുക്കിയിലെ പുല്ലുപാറയിലാണ് സംഭവം. ഇടുക്കിയിലെ മലയോര പ്രദേശങ്ങൾ കാണാനെത്തിയതായിരുന്നു ഗുജറാത്തിൽ നിന്നുള്ള ഒരു കുടുംബം. ഇവർ കാറിൽ യാത്ര ചെയ്യവേ ഇവർ സഞ്ചരിച്ചിരുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകുകയായിരുന്നു. ഉരുൾപൊട്ടിയതിനെ തുടർന്ന് മണ്ണ് ഒലിച്ചു വരുന്നത് കണ്ട ഈ കുടുംബം ജീവൻ രക്ഷിക്കാനായി ഇവർ സഞ്ചരിച്ച കാറിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സമയത്ത് പെടുന്നനെ മഴവെള്ളപ്പാച്ചൽ ഉണ്ടാവുകയും ഇവരുടെ മകൻ മഴവെള്ളപ്പാച്ചലിൽ ഒഴുകിപ്പോവുകയുമായിരുന്നു. കേവലം 6-7 വയസ്സ് തോന്നിക്കുന്ന മകനാണ് മലവെള്ളപ്പാച്ചലിൽ ഒഴുകിപ്പോയത്. മകനെ രക്ഷിക്കാനിറങ്ങിയ അച്ഛനും തൊട്ടു പിന്നാലെ തന്നെ മലവെള്ളപ്പാച്ചിലിൽ പെടുകയായിരുന്നു. സ്വന്തം ഭർത്താവും മകനും മലവെള്ളപ്പാച്ചിലിൽ പെട്ട് ഒഴുകിപ്പോകുന്നത് കണ്ട് ഒന്ന് രക്ഷിക്കാൻ പോലുമാവാത്ത അവസ്ഥയിൽ ആ ഭാര്യ സംഭവ സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുകയും ചെയ്തു. ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷയും അവസാനിച്ചെന്ന് ഇവർ കരുതിയിരുന്ന സമയത്താണ് ദൈവത്തെ പോലെ ജെയ്സൺ ജോസഫ് എന്ന KSRTC കണ്ടക്ടർ അവതരിച്ചത്. ഈ അപകടം നടക്കുന്ന സമയത്ത് റോഡ് ബ്ലോക്ക് ആയതിനാൽ എരുമേലിയിൽ നിന്ന് പാഞ്ചാലിമേട്ടിലേക്ക് സർവീസ് നടത്തുന്ന KSRTC ബസ് അരമണിക്കൂറോളം ഇവിടെ നിർത്തിയിട്ടിരുന്നു. നിർത്തിയിട്ട ബസ്സിലിരുന്ന് വെള്ളം കുത്തിയൊലിച്ചു വരുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു കണ്ടക്ടറായ ജെയ്സൺ ജോസഫ്. ഇതിനിടയിലാണ് മലവെള്ളപ്പാച്ചലിൽ ഒഴുകി വന്ന കുട്ടി KSRTC ബസിന്റെ ഡോറിൽ പിടിച്ചു തൂങ്ങുന്നത് ജെയ്സൺ കാണുന്നത്. ഉടൻ തന്നെ കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിലേക്ക് ഇറങ്ങി ജെയ്സൺ കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു. പിന്നാലെ കുട്ടിയുടെ അച്ഛനും ഒഴുകി വന്നു. ഇയാളെയും ജെയ്സൺ രക്ഷപ്പെടുത്തി ബസ്സിനകത്ത് കയറ്റി ഇരുത്തുകയും ചെയ്തു. തുടർന്ന് തന്റെ ഭാര്യ കാറിലുണ്ടെന്നും ഇയാൾ പറഞ്ഞതനുസരിച്ച് പോയി നോക്കിയപ്പോഴാണ് അവിടെ കാറിൽ ആ സ്ത്രീയെ കണ്ടത്. ഡോർ തുറന്ന് ഇറങ്ങാൻ ശ്രമിക്കവേ കാറിന്റെ മുൻഭാഗത്തെ ടയറിനിടയിൽ കാൽ കുടുങ്ങി ഇറങ്ങാനാവാതെ മലവെള്ളപ്പാച്ചിലിൽ പകുതി മുങ്ങി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു ആ സ്ത്രീ. കണ്ടക്ടർ ഓടിച്ചെന്ന് ഇവരെ പിടിച്ചുയർത്താൻ ശ്രമിച്ചെങ്കിലും കാൽ കുടുങ്ങിയിരുന്നതിനാൽ സാധിച്ചില്ല. തുടർന്ന് തൊട്ടു മുന്നിൽ ഉണ്ടായിരുന്ന പോലീസ് വാഹനത്തിൽ പിടിച്ചു കിടന്നിരുന്ന ആളുകളും ബസ് ഡ്രൈവറും ഓടി വരികയും എല്ലാവരും കൂടി ചേർന്ന് കാർ അനക്കി ഇവരെ സാഹസികമായി രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ഈ സംഘത്തെ കേരളം ഇപ്പോൾ കൈയടിച്ചുകൊണ്ട് അഭിനന്ദിക്കുകയാണ്. ഇവരെ പോലുള്ള ഒരുപാട് സൂപ്പർ ഹീറോകൾ ഈ സമയത്ത് ഇനിയും ഉണ്ടാവട്ടെ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.